ഹലോ ഗായ്സ്, ഞാൻ പിന്നെയും ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുറത്ത് പോകുന്ന ഒരു വ്ളോഗ്. എനിക്കൊന്ന് കൊല്ലം വരെ പോകണമായിരുന്നു, ടൗൺ വരെ പോകണമായിരുന്നു. അങ്ങനെ അതിൻ്റെ വ്ളോഗാണ്. ബസ്സിലിരിക്കുകയാണ്. ബസ്സിൽ ഞാൻ കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ RP മോളിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മളുടെ ചിന്നക്കട കഴിഞ്ഞത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ അല്ല, ഇത് ജോയാലുക്കാസ്. ഇവിടെ ആടി സെയിൽ നടക്കുന്നു ഓണത്തിൻ്റെ. അങ്ങനെ അതിൻ്റെ കുറേ സംഭവങ്ങളാണ്. അങ്ങനെ ഞാൻ RP മോളിലോട്ട് പോവാം. ഈ മാസ്ക് വെച്ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അലർജി പ്രശ്നമുണ്ട്. അതായത് ഡസ്റ്റ് അലർജിയാണ്. എനിക്ക് അപ്പം തുമ്മലൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ RP മോളിൽ ആണ് ഞാൻ ജാജീസിനാണ് പോകുന്നത്. കാരണം എനിക്ക് അവിടെ ത്രെഡ് ചെയ്യാനുണ്ട്. അങ്ങനെ അവിടെ ഞാൻ പോവുകയായിരുന്നു. എനിക്ക് ആദ്യം ഫ്ലോറൊന്നും ഓർമ്മയില്ലായിരുന്നു, എല്ലാം മറന്നുപോയി. പിന്നെ ഞാൻ ഓരോ എസ്കലേറ്ററിൽ കയറി ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി കയറി. ഇങ്ങനെ 3rd ഫ്ലോറിലായിരുന്നു കിട്ടിയത്. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ വീഡിയോസ് അലൗഡ് അല്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ത്രെഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ജസ്റ്റ് ബൈ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കിയതാണ്. ഷോപ്പിങ്ങിനൊന്നും അല്ല കയറിയത്, ചുമ്മാ അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറിയത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ വലിയ കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ സാൻഡൽസും പാൻസും കാർഗോ പാൻസും എല്ലാം ഉണ്ട്. ലേഡീസും ജെൻസിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല കളക്ഷൻ എന്ന് പറയാൻ എനിക്ക് അത്ര തോന്നിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അതും കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വലുതായിട്ടൊന്നും ഇല്ല അവിടെ. ചുമ്മാ നമുക്ക് പോയി ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. ഈ ഇവിടുത്തെ RP മോള് ലുലു മോളിൽ ഫിറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പം ഇറങ്ങി വന്നിട്ട് പിന്നീട് ഞാനൊരു വാച്ച് കടയിൽ കയറി. എനിക്ക് വാച്ച് ശരിയാക്കണമായിരുന്നു. അങ്ങനെ വാച്ചിൽ ബാറ്ററി ഇടണമായിരുന്നു. അങ്ങനെ അത് ഇടാൻ കയറി. അത് അവിടെ നിന്ന് കഴിഞ്ഞ ഒരു ഫാൻസി ഷോപ്പിലും കയറി. പക്ഷേ അവിടെ നിന്നുള്ള വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം പോസ്റ്റായിരുന്നിട്ട് ആണ് എനിക്ക് ബസ് കിട്ടിയത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി വന്നപ്പോൾ അതാ കിടക്കുന്നു ഗേറ്റ് അടവും കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയ മണി 1:15. അപ്പോൾ അത്രേ ഉള്ളൂ.